ഹായ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായ ഒരു വഴിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഉറുമ്പിന്റെ രീതി. പ്രകൃതിയിലെ ഏറ്റവും സ്ഥിരോത്സാഹമുള്ള ഒരു ജീവിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു കിടിലൻ സിസ്റ്റമാണത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു പുതിയ ഡയറ്റ് തുടങ്ങുമ്പോഴോ, ജിമ്മിൽ പോകാൻ തീരുമാനിക്കുമ്പോഴോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോഴോ ഒക്കെ എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ പറ്റാത്തതെന്ന്? ഇത് നമ്മളെല്ലാവരും ഇടയ്ക്കിടെ നേരിടുന്നൊരു പ്രശ്നമാണല്ലേ? അപ്പോ ഈ രീതി വെറുതെ എവിടുന്നോ വന്നതല്ല. ജെ.ഡി. വില്യംസ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് പിന്നിൽ. അദ്ദേഹം ഈ രീതി ഉപയോഗിച്ച് 100 പൗണ്ടാണ് കുറച്ചത്. അത് മാത്രമല്ല, 9,000-ലധികം ആൾക്കാരെ ഇത് പഠിപ്പിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് വെറുമൊരു തിയറിയല്ല, പ്രായോഗികമായി വിജയിച്ചൊരു വഴിയാണ്. അപ്പോ എന്തായിരിക്കും ഈ അത്ഭുതവിദ്യ, അല്ലേ? ഇതിന്റെ ഉത്തരം വരുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണ്. ഉറുമ്പുകളിൽ നിന്ന്. അതെ, ഉറുമ്പുകൾ. അവയുടെ ലളിതമായ ജീവിതരീതിയെ വിജയത്തിനുള്ള ഒരു ശക്തമായ ചട്ടക്കൂടാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ ഉറുമ്പിന്റെ രീതി? സംഭവം സിമ്പിളാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഉറുമ്പുകൾക്ക് പ്രധാനമായും 2 ജോലികളാണുള്ളത്: ഭക്ഷണം കണ്ടെത്തുക, പിന്നത് കൂട്ടിലേക്ക് എത്തിക്കുക. അതുപോലെ നമ്മളും ആദ്യമൊരു സ്കൗട്ട് ഉറുമ്പിനെ പോലെ ഒരു വഴി കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നു. വഴി കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഒരു തൊഴിലാളി ഉറുമ്പിനെ പോലെ ആ വഴിയിലൂടെ ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രം മുന്നോട്ടു പോകുന്നു. സ്കൗട്ട് ഉറുമ്പുകളും തൊഴിലാളി ഉറുമ്പുകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. സ്കൗട്ട് ഉറുമ്പുകളുടെ ജോലി എന്താ? പുതിയ വഴികൾ കണ്ടുപിടിക്കുക. അവർ ചുറ്റിക്കറങ്ങി ഏറ്റവും നല്ല ഭക്ഷണം എവിടെയാണെന്ന് നോക്കും. തൊഴിലാളി ഉറുമ്പുകളോ? അവർ ഈ കണ്ടുപിടിച്ച വഴിയിലൂടെ പോയി ഭക്ഷണം കൊണ്ടുവരും. കാലക്രമേണ ആ ചെറിയ വഴി ഒരു വലിയ സൂപ്പർ ഹൈവേ പോലെയാകും. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, അപ്പോൾ നമുക്കിതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം, അല്ലേ? സ്റ്റെപ്പ് 1: ഒരു വഴി തിരഞ്ഞെടുക്കുക. ഒരു സ്കൗട്ട് ഉറുമ്പിനെ പോലെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. വെറുതെ ഒരു ആഗ്രഹം മനസ്സിലിട്ടാൽ പോരാ, വ്യക്തമായൊരു ദിശ വേണം. നമ്മളിൽ മിക്കവരും തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും, അല്ലേ? എനിക്ക് ഫിറ്റ്നസ് നേടണം എന്നൊക്കെ. പക്ഷെ അതൊരു വ്യക്തതയില്ലാത്ത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു പിടിയും കിട്ടില്ല. എന്നാൽ അതിനു പകരം എനിക്ക് 20 പൗണ്ട് കുറയ്ക്കണം എന്ന് കൃത്യമായി പറഞ്ഞാലോ? അപ്പോൾ കാര്യം ക്ലിയറായി. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നായത് മാറി. എന്ത് സിസ്റ്റം ഉപയോഗിക്കണമെങ്കിലും ആദ്യം വേണ്ടത് ഈയൊരു വ്യക്തതയാണ്. ഒരു സ്കൗട്ട് ഉറുമ്പിന്റെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. അതിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ദിശ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ അതിന്റെയും കൂട്ടുകാരുടെയും കാര്യം പോക്കാണ്. നമ്മുടെ കാര്യവും അതുപോലെ തന്നെയാണ്. ഒരു തീരുമാനമെടുത്ത് ഒരൊറ്റ വഴിയിൽ ഉറച്ചു നിൽക്കുന്നത് വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കേ, അപ്പോൾ നമ്മളൊരു വഴി തിരഞ്ഞെടുത്തു. ഇനി അടുത്ത പണിയെന്താ? ആ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ അങ്ങ് നീക്കം ചെയ്യുക. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എത്ര സാധ്യം അത്ര സ്മൂത്താക്കുക. അതാണ് പ്രധാനം. എന്തൊക്കെയാണ് ഈ തടസ്സങ്ങൾ? ഒന്ന്, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലാത്ത അവസ്ഥ. പിന്നെ ഏത് വർക്കൗട്ട് ചെയ്യണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഇടയ്ക്ക് വരുന്ന അസുഖം, യാത്രകള്, പരിപാടികള്, ഇതൊക്കെ പ്രശ്നമാണ്. ചിലപ്പോൾ വെറുതെ മടുപ്പ് തോന്നും. ഇതൊക്കെ നമ്മുടെ വഴിയിലെ കല്ലും മുള്ളുമൊക്കെയാണ്. അതൊക്കെ നമ്മൾ എടുത്തുമാറ്റണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ നമ്മുടെ ഇച്ഛാശക്തിയല്ല ആശ്രയിക്കുന്നത്. പകരം നമുക്ക് ജയിക്കാൻ വേണ്ടി ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത്, നിങ്ങൾക്ക് തോൽക്കാൻ പറ്റാത്തൊരു സിസ്റ്റം ഉണ്ടാക്കുക. ഒരു ഉദാഹരണം നോക്കാം. വർക്കൗട്ട് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഈ വഴി എങ്ങനെ ക്ലിയർ ആക്കാം? തലേന്ന് രാത്രി തന്നെ ഡ്രസ്സ് എടുത്ത് വെക്കുക, കാലണ്ടറിൽ വർക്കൗട്ട് ചെയ്യേണ്ട സമയം മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സിൽ ചേരുക, കൂടെ വർക്കൗട്ട് ചെയ്യാൻ കൂട്ടുകാരെ കണ്ടെത്തുക. ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേറ്റയുടൻ ഇത് ചെയ്യുക എന്നതാണ്. കണ്ടോ, ഇത്തരം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്തൊരു സിസ്റ്റം ഉണ്ടാകുന്നത്. ശരി, അപ്പോൾ വഴിയായി. വഴിയിലെ തടസ്സങ്ങളും നീക്കി. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ്. ഒരു പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഇതുതന്നെയാകും. ആ വഴിയിലൂടെ അച്ചടക്കത്തോടെ മുന്നോട്ടു പോവുക. അതായത്, നമ്മളുണ്ടാക്കിയ പ്ലാനിൽ വിശ്വസിച്ച് അതിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മളിൽ ഓരോരുത്തരും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര സ്പെഷ്യലാണെന്നാണ്. ഒരു സ്പെഷ്യൽ സ്നോഫ്ലേക്ക്. മറ്റുള്ളവർക്ക് വിജയിച്ചൊരു വഴി നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ വിജയിക്കില്ലെന്ന് നമ്മളങ്ങ് ഉറപ്പിക്കും. ഈ ഞാൻ സ്പെഷ്യലാണ് എന്ന ചിന്താഗതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, ആ പ്ലാൻ ഒരു മാറ്റവും വരുത്താതെ അതുപോലെ ഫോളോ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ലെന്ന് തെളിയിക്കുക. അല്ലെങ്കിൽ 2, ആ ഈഗോ അങ്ങ് മാറ്റിവെക്കുക. ആ പ്ലാൻ മിക്കവാറും നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോവുക. ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്പെഷ്യലാകാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം നമുക്ക് 3 സിമ്പിൾ ചോദ്യങ്ങളിലേക്ക് ഒതുക്കാം. ഒന്ന്, നിങ്ങളുടെ കൃത്യമായ ലക്ഷ്യം എന്താണ്? 2,
നിങ്ങളെപ്പോലെ തന്നെയുള്ള ഈ ലക്ഷ്യം ഇതിനകം നേടിയ ആരെങ്കിലും ഉണ്ടോ? 3. അവരുടെ അതേ പ്ലാൻ നിങ്ങൾക്ക് കോപ്പിയടിക്കാൻ പറ്റുമോ? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ വഴി ക്ലിയറായി. അപ്പോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആദ്യത്തെ വഴി ഏതാണ്? വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരല്ലോ, അല്ലേ? ഇന്ന് തന്നെ ഈ ഉറുമ്പിന്റെ രീതി നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു തുടങ്ങൂ.